പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത്. പ്രസവ ശസ്ത്രക്രിയ എന്നത് ഡോക്ടർമാർ നടത്തുന്ന തട്ടിപ്പാണെന്നും ഒരു കുട്ടി വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുമായിരുന്നു AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ പ്രസ്താവന. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നമുക്കറിയാം AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ പ്രസ്താവന, അതായത് പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വിചിത്ര പ്രസ്താവന. 4 വർഷം വരെ കുട്ടി അമ്മയുടെ വയറ്റിനുള്ളിൽ, ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കും എന്നുള്ളതായിരുന്നു. എത്രമാത്രം ഇന്നത്തെ ലോകത്ത് നിരക്കുന്നതല്ല എന്നുള്ളത് ആധുനിക ലോകത്ത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ പറയാൻ ലജ്ജിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ അതിനെ തിരുത്തുന്നതിന് പകരം, ആ വിവരക്കേടിനെ തിരുത്തുന്നതിന് പകരം ഇപ്പോൾ കൂടുതൽ സമസ്ത നേതാക്കൾ അതിന് സപ്പോർട്ടുമായി, പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രം. തീർച്ചയായും നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. വീട്ടിൽ പ്രസവിക്കുന്നു, ഈ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരണപ്പെടുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അക്കുഷ് എന്ന് പറയുന്ന ഒരു സംഘടന പ്രോത്സാഹനവും അവാർഡ് വിതരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. നവോത്ഥാന സമൂഹത്തിൽ ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ശാസ്ത്രം ഈ രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് SYS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AP അബ്ദുൽ ഹക്കീം അസ്ഹരി കഴിഞ്ഞ മുൻപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. അതായത് ഒരു കുട്ടി, ഒരു അമ്മയുടെ വയറ്റിൽ 4 വർഷം വരെ കിടക്കും, മാത്രമല്ല സിസേറിയനൊക്കെ ഡോക്ടർമാർ നടത്തുന്ന ഒരു തട്ടിപ്പാണ്, ആ തട്ടിപ്പിൽ ആരും വീഴരുത്. മാത്രമല്ല, ഒരു സ്ത്രീ ഗർഭിണിയായാൽ പ്രസവവുമായി ബന്ധപ്പെട്ട് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതുമായി ബന്ധപ്പെട്ട് യാതൊരു എഫേർട്ടും അല്ലെങ്കിൽ അത് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇത് എല്ലാം ദൈവം അല്ലെങ്കിൽ അള്ളാഹ് നോക്കിക്കോളും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അസ്ഹരി അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇത് സമീപകാലത്ത് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവവും മരണവും ഒക്കെ സംഭവിച്ച സാഹചര്യത്തിൽ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വിവരക്കേട് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കാര്യത്തിനെയാണ് സമസ്ത പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് സമസ്തയിലെ നേതാക്കൾ രംഗത്ത് വരുന്നത്. ഈ സമസ്ത EK വിഭാഗം നേതാവായ ഷുഹൈബുൽ ഹൈത്തമിയാണ് ഈ അസ്ഹരി നടത്തിയിരിക്കുന്ന വാദത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റൊന്നല്ല, ഈ അസ്ഹരി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്താണ് തെറ്റ്? ഒരു സ്ത്രീയുടെ വയറ്റിൽ 4 വർഷം വരെ ഒരു കുട്ടി ഉണ്ടാകും, അത് തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിയാതിരിക്കില്ല എന്നതടക്കമുള്ള ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം നടത്തിയ മറ്റൊരു വിചിത്ര പ്രസ്താവന എന്തെന്നാൽ, ഈ പുരുഷനും പ്രസവിക്കാം എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, ആ ഒരു ഘട്ടത്തിലേക്ക് ശാസ്ത്രം കാലെടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഇന്നത്തെ നവോത്ഥാന സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ അസ്ഹരി നടത്തിയത്. ആ അസ്ഹരിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ സമസ്ത EK വിഭാഗം നേതാവ് കൂടിയായിട്ടുള്ള ഷുഹൈബുൽ ഹൈത്തമി കൂടി രംഗത്ത് വരുന്നത്. അങ്ങനെ ഈ ഒരു തിരുത്തേണ്ട കാര്യം തിരുത്താതെ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് സമസ്ത നേതാക്കൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത പോലുള്ള സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് എന്നൊരു വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സമസ്തയിലെ നേതാക്കളുടെയൊക്കെ നിലപാട് ഈ രീതിയിലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കൂടി രംഗത്തേക്ക് വരുന്നത്. ശരി അനഘ, പ്രസവവുമായി ബന്ധപ്പെട്ട് വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്തെത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുള്ള വിചിത്രമായ വിഡ്ഢിത്തം നിറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് കൂടുതൽ പിന്തുണ വരുന്നു എന്നുള്ളത് അതിലും ഇന്നത്തെ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും അങ്ങേയറ്റം നിർഭാഗ്യകരവുമായ പിന്തുണയാണ് എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു.